അല്ല, കേരളത്തെ സമ്പൂർണ്ണമായി അവഹേളിക്കുകയും ചെയ്ത ഒരു ബഡ്ജറ്റാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് എന്ന് പറയുന്ന റബ്ബറാണ്. ആ റബ്ബർ കൃഷിക്കാരെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ അന്ന് മുതൽ ദ്രോഹിക്കുകയാണ്. അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി, കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികളെല്ലാം കൊടുക്കാതിരിക്കുന്നത് ഉൾപ്പെടെ 15ഓളം സബ്സിഡികൾ മുൻകാല UPA ഗവൺമെൻറ്റുകൾ നൽകിയിരുന്ന ഇന്നില്ല. അതുമാത്രമല്ല, ഇന്നിപ്പോൾ വ്യവസായികളുടെ പ്ലാന്റേഷന് വേണ്ടി നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു ഹെക്ടറിന് 1.5 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുമ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്ക് ലഭിക്കേണ്ട 25,000 സബ്സിഡി പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഇന്ന് ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവരുടെ പുനരധിവാസത്തിനോ അവർക്ക് ആകർഷകമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളോ ഒന്നുമില്ല. എംപ്ലോയ്മെൻറ്റ് തലത്തിൽ വെറും നാടകവും കാപട്യവുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്നു മുതൽ പറയുന്ന വർഷം തോറും 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അവർ 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ഇവരാർക്കെങ്കിലും തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഡിമോണിറ്റൈസേഷൻ ഉൾപ്പെടെ കോവിഡ് കാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ജോലിയുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവർക്ക് പോലും പുനരധിവാസമോ അത്രയും ആളുകൾക്ക് പോലും തൊഴിൽ കൊടുക്കാനോ പോലും പറ്റാതെ ഇന്നിപ്പോൾ പുതിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതൊഴിച്ചാൽ എംപ്ലോയ്മെൻറ്റ് തലസ്ഥലത്തിൽ ഇന്ന് ഏറ്റവും വലിയ നിരാശയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും അഭ്യസ്തവിദ്യരായ 50,000-ലേറെ ചെറുപ്പക്കാർ ജോബ് മാർക്കറ്റിലേക്ക് വരികയാണ്. അവർക്ക് എവിടെയാണ് ജോലി? അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് എന്താണ് മാർഗദർശനം? ഇവിടെ മുദ്രാ ലോണിനെ കുറിച്ച് പറയുന്നു. മുദ്രാ ലോണിൻ്റെ പ്രഖ്യാപനമല്ലാതെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ പറയാം, മുദ്രാ ലോണിന് കേരളത്തിൽ ഈ അപേക്ഷിച്ച് കാലങ്ങളോളം പുറകെ നടന്ന പ്രൊജക്ട് റിപ്പോർട്ടുമുണ്ടാക്കി പണം മുടക്കിയ ആളുകൾക്കൊന്നും ഈ മുദ്രാ ലോണിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിലാണെങ്കിലും പുതിയതായ കാഴ്ചപ്പാടുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ആകെ ഈ തൊഴിൽ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ UPA ഗവൺമെൻറ് നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കുന്ന തൊഴിലല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. അതിൽ പോലും ആകർഷകമായ പ്രഖ്യാപനങ്ങളോ കൂടുതൽ അലോട്ട്മെൻറ്റുകളോ ഒന്നുമില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ടോട്ടൽ നിരാശാജനകമായ ഒരു പ്രപ്പോസലാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം റബ്ബർ ബോർഡിന് കൂടുതൽ വകയിരുത്തിയിട്ടില്ല. അവിടെ വകയിരുത്തുന്ന പണം അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് പോലും അവരുടെ അഗ്രികൾച്ചർ റിസർച്ചിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിലെ മേജർ പാർട്ടും അതിൻ്റെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും മറ്റുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ യഥാർത്ഥ റിസർച്ചിന് വേണ്ടി അവിടെയും പണമില്ല. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല. പുതുതായിട്ട് തൊഴിലവസരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയോജനമില്ല. പ്രവാസികൾക്ക് പ്രയോജനമില്ല. കേരളത്തിന് പുതിയ പദ്ധതികളില്ല. ഇവിടെ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ച സംസ്ഥാനമാണ് കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനത്ത് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രളയത്തിന് കൊടുത്ത ആനുകൂല്യം പോലും കേരളത്തിനില്ല. അപ്പം കേരളത്തിൽ നിന്ന് ഒരു BJP MP കൊടുത്താൽ റബ്ബറിൻ്റെ വില അങ്ങ് ഷൂട്ടപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോൾ റബ്ബറിൻ്റെ വിലയുമില്ല, വികസനവുമില്ല, പദ്ധതിയുമില്ല. കേരളത്തെ ഇതുപോലെ അവഹേളിച്ച, കേരളത്തെ ഇതുപോലെ അവജ്ഞയോടെ നോക്കിക്കണ്ട ഒരു ബഡ്ജറ്റ്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് പ്രസംഗം അവസാനിച്ചപ്പോൾ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് ഇത് കേരളത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത ബഡ്ജറ്റാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ എന്നുള്ളത് മുൻകാലങ്ങളിലെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം രാജ്യത്തെ കുറേ കോർപ്പറേറ്റുകളെ തീറ്റിപ്പോറ്റുക, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളുന്നു, അവർക്ക് അവിടെ ടാക്സിൽ ഇളവ് കൊടുക്കുന്നു, മറ്റ് സാധാരണക്കാർക്ക് യാതൊരു ആനുകൂല്യവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായും നിരാശാജനകമായ ബഡ്ജറ്റെന്ന് നിസ്സംശയം പറയാൻ കഴിയും.